നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചാലക്കുടി പഴയ ദേശീയപാതയിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് കനകമല സ്വദേശി. തലൂരിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി, ആർക്കും പരിക്കില്ല. രാജീവ് ഗാന്ധി സ്മരണയിൽ രാജ്യം. അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. കുഴികൾ നിറഞ്ഞ കടമ്പോട് കാട്ടുങ്ങൽപ്പടി റോഡ്, നടപടി ആവശ്യപ്പെട്ട് യാത്രക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. റെക്കോർഡ് വിലയിലെത്തിയ സ്വർണ്ണവില ഒറ്റയടിക്ക് 480 രൂപയോളം കുറഞ്ഞു. ഒരു പവൻ സ്വർണത്തിന് 54,640 രൂപയായി. വാർത്തകൾ വിശദമായി. ചാലക്കുടി പഴയ ദേശീയപാതയിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. കനകമല സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ 46 വയസ്സുള്ള ബിജു ജേക്കബ് ആണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10:30 അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്ന് ബിജുവിനെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തലൂർ പോത്തോട്ടപ്പറമ്പിന് സമീപം വളവിൽ നിയന്ത്രണം വിട്ട KSRTC സ്വിഫ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരത്തു നിന്നും പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. സ്ഥിരം അപകട മേഖലയായ വളവിൽ ശരിയായ രീതിയിൽ കാണാവുന്ന തരത്തിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. രാജീവ് ഗാന്ധി സ്മരണയിൽ രാജ്യം. അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം ചരമവാർഷിക ദിനത്തിൽ പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. UDF പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല അധ്യക്ഷത വഹിച്ചു. M ശ്രീകുമാർ, NM പുഷ്പാകരൻ, വിജയൻ കൈതവളപ്പിൽ, MK രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. വിശ്വംഭരൻ നന്ദിക്കര, പോളി പറപ്പൂക്കര, സുശീൽ മേപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് നെന്മണിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തലൂരിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് KS കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നേതാക്കളായ ഫ്രാൻസിസ് അക്കരപ്പറ്റി, ജേക്കബ് കിഴക്കൂടൻ, ട്രീസ ബാബു, സന്തോഷ് ഐത്തടൻ, TC ജോസ്, P ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കണമെന്നുള്ള വലിയ പ്രഖ്യാപനം, അതിലേക്കുള്ള പോരാട്ടത്തിലാണ് രാജീവ് ഗാന്ധിക്ക് വിട പറയേണ്ടി വന്നത്. ഇന്ന് നമുക്കും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം അതാണ്. നിർഭാഗ്യവശാൽ രാജ്യത്തുനിന്ന് ഭരണം നടത്തുന്ന NDA സർക്കാർ സംഘപരിവാർ ശക്തികളുടെ സഹായത്തോടുകൂടി രാജ്യത്ത് വിഘടനവാദം വളർത്തും, വെറുപ്പിന്റെ രാഷ്ട്രീയം വരുന്നു, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കൊണ്ടുവരുന്നു. കല്ലൂരിൽ തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണ പരിപാടി DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. ഷെന്നി പനോക്കരൻ, ഹേമലത സുകുമാരൻ, ലിസി ജോൺസൺ, വിൽസൺ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. മനസ്സിൽ മായാത്ത ഒരു സൂര്യനാണ്. വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കിയത് രാജീവ് ഗാന്ധിയായിരുന്നു. ആ രാജീവ് ഗാന്ധി ഇന്ത്യക്ക് വേണ്ടിയാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും സാഹോദര്യവും വേണ്ടിയാണ് സാക്ഷ്യം വഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു.
രാജീവ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ കാഞ്ഞൂരിൽ രാജീവ് ഗാന്ധി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. KSU ജില്ലാ സെക്രട്ടറി സോന ഷാജു ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി യൂണിറ്റ് പ്രസിഡന്റ് ടിറ്റോ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് അസംബ്ലി ജനറൽ സെക്രട്ടറി സച്ചിൻ ഷാജു, രാജീവ് ഗാന്ധി യൂണിറ്റ് ഭാരവാഹികളായ MR അഖിൽ, വിപിൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി മോനൊടി റോഡിൽ കടമ്പോട് പ്രദേശത്ത് രൂപപ്പെട്ട കുഴികൾ അറ്റകുറ്റപ്പണി നടത്തി അടയ്ക്കാത്തത് യാത്രക്കാർക്ക് ദുരിതമായി. കടമ്പോട് കാട്ടുങ്ങൽപ്പടി ഭാഗത്താണ് റോഡിൽ കുഴികൾ നിറഞ്ഞിട്ടുള്ളത്. 4 സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന റോഡിലാണ് കുഴികൾ നിറഞ്ഞിട്ടുള്ളത്. മോനടി, കടമ്പോട്, മുട്ടത്തുകുളങ്ങര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കോടാലിയിലേക്ക് എത്താനുള്ള പ്രധാന റോഡാണിത്. റോഡിന് വളവുള്ള ഭാഗത്തായി രൂപപ്പെട്ട കുഴികളിൽ മഴ തുടങ്ങിയതോടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. വെള്ളക്കെട്ട് മൂലം റോഡിലുള്ള കുഴികൾ കാണാനാവാതെ ഇരുചക്ര വാഹന യാത്രക്കാർ വീഴുന്നത് ഇവിടെ പതിവ് സംഭവമാണ്. റോഡിൽ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് ഇവിടെ റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെടാൻ കാരണമാവുന്നത്. ഇരുവശത്ത് കാന നിർമ്മിക്കുകയും റോഡ് ഉയർത്തിയ ശേഷം ടൈൽ വിരിക്കുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കാനാകുമെങ്കിലും ഇതിനുള്ള നടപടികൾ ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിലാണ് മഴ ശക്തമായി ലഭിക്കുക. വ്യാഴാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. പിന്നീടത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവുമെല്ലാം കണക്കിലെടുത്ത് അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ജില്ലയിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പിൻവലിച്ചതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് 1-ാം തീയതിയിലെ ഡ്രൈ ഡേ പിൻവലിക്കുന്നത് സജീവ പരിഗണനയിൽ. മദ്യം കയറ്റുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങളിലും ഇളവ് വന്നേക്കും എന്നാണ് സൂചന. 1-ാം തീയതികളിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് മാർച്ചിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ച നടന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേരുന്ന LDF യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചർച്ചകളുമായി മുന്നോട്ടു പോകാനാണ് എക്സൈസ് വകുപ്പിന് കിട്ടിയ നിർദ്ദേശം. ടൂറിസം മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നുവെന്നതാണ് ഡ്രൈ ഡേ ഒഴിവാക്കാൻ ആലോചിക്കുന്നതിന് പിന്നിൽ. കോടാലി സെന്ററിൽ കഴിഞ്ഞ 9 വർഷമായി രാത്രികാലങ്ങളിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്ന മുരുക്കുങ്ങൽ കുയ്യക്കാട്ടിൽ ഹൈദ്രോസിനെ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് ആദരിച്ചു. സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ വെള്ളിക്കുളങ്ങര ISHO M സുജാതൻ പിള്ള ഷോൾ അണിയിച്ചും റെയിൻകോട്ടും യൂണിഫോമും നൽകിയുമാണ് ആദരവ് പ്രകടിപ്പിച്ചത്. സബ് ഇൻസ്പെക്ടർ വെൽസ് തോമസ്, ഗ്രേഡ് ASI KT ത്രേസ്യ, ജനമൈത്രി ബീറ്റ് ഓഫീസർ സൈമൺ ജോസ്, CPOമാരായ സഹദേവൻ, അജിത് കുമാർ, KP നീതു, ഹോംഗാർഡ് CR ശശി, വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ സന്നിഹിതരായി. സന്തോഷം. ഇനിയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ അംഗീകാരങ്ങൾ ഇങ്ങനെ വരും. അതിപ്പോൾ കോടികളാണെങ്കിൽ കോടികൾ, ഒരു സ്നേഹമാണെങ്കിൽ ഒരു പൂവെങ്കിൽ ഒരു പൂവ്, അത് തന്നെ നമുക്ക് അംഗീകാരം. ഏറ്റവും വലുതായിട്ട് കണക്കാക്കുക നല്ല രീതിയിൽ ഒരു ആരോഗ്യം തരട്ടെ മാത്രം പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ കഴിയാവുന്നതും കുറഞ്ഞാലും ശ്രദ്ധിക്കുക. മഴ പെയ്തതോടെ ചെളിക്കുളമായി മരോട്ടിച്ചാൽ മാന്നാമംഗലം റോഡ്. ഇതുവഴിയുള്ള വാഹനയാത്ര ദുരിതത്തിലായി. പുത്തൂർ പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ മരോട്ടിച്ചാൽ മാന്നാമംഗലം റോഡാണ് 2 ദിവസത്തെ മഴയിൽ ചെളിക്കുളമായി മാറിയത്. മാന്നാമംഗലത്ത് നിന്ന് ആമ്പല്ലൂർ, പാലപ്പള്ളി, കള്ളായി, വല്ലൂർ, ഭരത ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണ് ശോച്യാവസ്ഥയിലായത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡ് മാസങ്ങളായി തകർന്നു കിടന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മലയോര ഹൈവേ നിർമ്മാണത്തിൽ ഈ റോഡ് ഉൾപ്പെടുത്തിയെങ്കിലും പലവിധ തർക്കങ്ങളിൽപ്പെട്ട് നിർമ്മാണം എങ്ങും എത്തിയില്ല. മഴ ആരംഭിച്ചതോടെ റോഡിൽ നിറയെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴാനും ഇത്തരം വെള്ളക്കെട്ട് ഇടയാക്കുന്നതായി യാത്രക്കാർ പരാതിപ്പെട്ടു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃത സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടി വേലൂപ്പാടം സ്വദേശിനി AB ബിനിയ.
അരീക്കാട്ട് വീട്ടിൽ പരേതനായ ബാബുവിന്റെയും മിനിയുടെയും മകളാണ്. വെട്ടിങ്ങിപ്പാടം കോളം വീട്ടിൽ സുശാന്താണ് ഭർത്താവ്. സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപികയാണ്. കുസൃതിച്ചിരിയും ചെരിഞ്ഞതോളുമായി ചിരിപ്പിച്ചും കരയിപ്പിച്ചും അമ്പരപ്പിച്ചും ചിന്തിപ്പിച്ചും മോഹൻലാൽ മലയാളി മനസ്സിൽ കുടിയേറി പാർക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇന്ന് 64ാം പിറന്നാൾ നിറവിലാണ് മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാൽ. 1978 സെപ്റ്റംബർ 3 തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ അരങ്ങേറുന്നത്. എന്നാൽ ഈ സിനിമ പുറത്തിറങ്ങിയില്ല. ശേഷം ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ മുഖം ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞു. ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി എത്തിയ മോഹൻലാൽ പ്രേക്ഷക ശ്രദ്ധ നേടി. പിന്നീട് നായകനും സഹനടനും വില്ലനുമായി വെള്ളിത്തിരയിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ സൂപ്പർ താര പദവിയിലേക്ക് ഉയരുന്നത്. 80കളിൽ സ്വാഭാവിക അഭിനയത്തിലൂടെ പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയും 90കളിൽ ബ്ലോക്ക് ബസ്റ്ററുകളുടെ ഒരു നീണ്ട നിര തന്നെ മലയാളികൾക്ക് സമ്മാനിക്കുകയും ചെയ്തു അദ്ദേഹം. തോമയായും നീലകണ്ഠനായും ജോജിയായും സേതുവായും ജയകൃഷ്ണനായുമൊക്കെ ഓരോ മലയാളികളുടെയും തൊട്ടരികിൽ തന്നെയുണ്ട് എന്നും മോഹൻലാൽ. 1960 മെയ് 21 പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ പുത്രനായാണ് മോഹൻലാലിന്റെ ജനനം. തിരുവനന്തപുരത്തെ മുടവൻ മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം. 4 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിലൂടെ 4 ദേശീയ പുരസ്കാരങ്ങൾ, 9 സംസ്ഥാന പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ, കേണൽ പദവി അങ്ങനെ നിരവധി നേട്ടങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും അദ്ദേഹം നിറഞ്ഞു നിന്നു. ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്കും അദ്ദേഹം ചുവടുവച്ചു. റെക്കോർഡ് വിലയിലെത്തിയ സ്വർണ്ണവില ഒറ്റയടിക്ക് 480 രൂപയോളം കുറഞ്ഞു. തിങ്കളാഴ്ച ചരിത്രത്തിൽ ഏറ്റവും വലിയ വിലയായ 55,120 രൂപയിലാണ് വ്യാപാരം നടന്നത്. കേരള വിപണിയിൽ വില കുറഞ്ഞതോടുകൂടി വില 55,000-ന് താഴെയെത്തി. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 54,640 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 6,830 രൂപയായി. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി ബുധനാഴ്ച രാവിലെ 10-ന് അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി സീനിയർ, ഹിന്ദി ജൂനിയർ, ഫിസിക്സ് ജൂനിയർ എന്നീ വിഭാഗങ്ങളിൽ താൽക്കാലിക ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ഈ മാസം 27-ന് രാവിലെ 10:30-ന് നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 23561880 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മുപ്ലിയം GHSS സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST എക്കണോമിക്സ് സീനിയർ അധ്യാപക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി വെള്ളിയാഴ്ച രാവിലെ 10:30-ന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 04802781-877. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,830 രൂപയും പവന് 54,640 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചാലക്കുടി പഴയ ദേശീയപാതയിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് കനകമല സ്വദേശി. തലൂരിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി, ആർക്കും പരിക്കില്ല. രാജീവ് ഗാന്ധി സ്മരണയിൽ രാജ്യം. അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. കുഴികൾ നിറഞ്ഞ കടമ്പോട് കാട്ടുങ്ങൽപ്പടി റോഡ്, നടപടി ആവശ്യപ്പെട്ട് യാത്രക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും.
റെക്കോർഡ് വിലയിലെത്തിയ സ്വർണ്ണവില ഒറ്റയടിക്ക് 480 രൂപയോളം കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന് 54,640 രൂപയായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.